ഗായ്സ്, അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അരിപ്പത്തിരി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ അട്ടേന്ന് അങ്ങ് വെച്ചു. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നു. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ ഇതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വല്ലതും ഒഴിക്കണം, എന്നാലേ അത് സെറ്റാവുള്ളൂ. അപ്പോൾ അതാ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ആ പൊടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ആ ചൂടോട് തന്നെ കുഴക്കണം കേട്ടോ. അങ്ങനെ കുഴച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളും, പക്ഷേ അങ്ങ് ബോട്ടേന്ന് വെക്കണം. തിന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാ കൈ കൊള്ളാതിരിക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ പരത്തുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഉണ്ടയാക്കണം, നല്ല ബോളാക്കണം. എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തണം, കട്ടി ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഞാൻ പരത്തുമ്പോൾ ഏതോ ഒരു രാജ്യത്തെ മാപ്പൊക്കെ പോലെയൊക്കെ ഇരിക്കും, ഏതാണ്ടൊക്കെ പോലെ ഇരിക്കും സൈഡെല്ലാം കൂടെ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രസ് ഉണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും. പ്രസ് ഇല്ലാത്തവരിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം വേറെ ഐഡിയ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തിയിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടി ഒരു അടപ്പെടുത്ത് മണ്ടയ്ക്ക് വെച്ച് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ചേട്ടൻ പിന്നെ വന്നിട്ട് ചേട്ടൻ വേറൊരു രീതിയിൽ ഇത് പരത്തി തന്നിട്ടുണ്ട്. ഈ അടപ്പൊന്നും വെക്കാതെ തന്നെ പരത്തി തന്നിട്ടുണ്ട്. അങ്ങനെ 2-3 എണ്ണം പരത്തിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചുടാന്ന് വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ ചുടുമ്പം നന്നായിട്ട് പൊള്ളി വരണം. അപ്പോൾ ഈ ബലൂൺ പുള്ളി വരുന്നു. ചപ്പാത്തിയൊക്കെ പൊള്ളി വരത്തില്ലേ, അതേപോലെ പൊള്ളി വരണം. നിങ്ങൾ ക്ഷമിക്കൂ, തെറ്റുകളൊക്കെ ക്ഷമിക്കൂ. അപ്പോൾ ഇതേപോലെ പൊള്ളി വരുമ്പം നമ്മൾ തിന്നായിട്ട് പരത്തിയാൽ മാത്രമേ ഇതേപോലെ പൊള്ളി വരത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ പൊള്ളി വരത്തില്ല. തിന്നായിട്ട് പരത്തിയാലേ കഴിക്കുന്ന ഒരു സോഫ്റ്റ്നെസ്സും കാണും, ഇല്ലെങ്കിൽ വടി പൊലിക്കും. കണ്ടു, ഞങ്ങളുടെ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കനൊക്കെ കൂട്ടി അതങ്ങ് പിടിപിടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സൺഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.